മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിരന്തരമായ യാത്രയായതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ പോയത്. എങ്കിലും തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് പഴയ പെൻഡിങ് വർക്കുകളെല്ലാം പൂർത്തിയാക്കിയപ്പോൾ യൂട്യൂബിലെ കമൻറ്റുകളും ഫേസ്ബുക്കിലെ കമൻറ്റുകളും എല്ലാം കണ്ടു. കുറേയധികം വ്യക്തികൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും അതിലുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ വിഭാഗത്തിലും എന്ന് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ചിന്താധാരകളിൽ നിലനിൽക്കുന്ന വ്യക്തികളെക്കുറിച്ച്. എല്ലാവരോടും നിറഞ്ഞ ഹൃദയത്തോടു കൂടിയ കടപ്പാടുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 40 ദിവസങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ വിമർശനങ്ങളും എതിർപ്പുകളും ഈവൻ കോടതി കേസുകളും വരെ വന്നപ്പോഴും ഭാരതത്തിനകത്തുള്ളവരും കേരളത്തിനകത്തുള്ളവരും നമ്മളെ അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ സമാധാനിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ലോകമെമ്പാടുമുള്ളവർ, ആയിരക്കണക്കിന് വ്യക്തികൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ആയിരക്കണക്കിന് വ്യക്തികൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ന്യൂസിലാൻഡിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, കൂടാതെ കേരളത്തിൽ നിന്ന് നിറകുടം പോലെ എല്ലാ ഭാഗത്തു നിന്നും അസാധാരണമായിട്ടുള്ള സപ്പോർട്ടാണ് കഴിഞ്ഞ 40 ദിവസങ്ങളായിട്ട് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനെ വളരെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചു പറഞ്ഞവരുണ്ട്. അതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ പ്രതികരിച്ചവരുണ്ട്. മാത്രമല്ല, ഭരണപക്ഷത്തുള്ളവരും പണ്ട് ഭരണപക്ഷത്തുണ്ടായിരുന്നവരുമായിട്ടുള്ള വ്യക്തികളിൽ ചുവട്ടിലുള്ളവർ മുതൽക്ക് ഏറ്റവും മുകളിലുള്ളവർ വരെയും അവരുടെ ബന്ധുക്കളും അസാധാരണമാം വിധത്തിൽ അനുഗ്രഹാശീസ്സുകൾ ചൊരിഞ്ഞു. അതുപോലെ നിയമപാലകരും നിയമ നിർമ്മാതാക്കളും വരെയും ശക്തമായിട്ടുള്ള വിധത്തിൽ നമ്മൾക്ക് ഒരു സപ്പോർട്ട് ക്രൈസിസ് വരുമ്പോഴും ഈ മഹായജ്ഞം തടസ്സം കൂടാതെ നടക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ ബന്ധപ്പെടുകയുണ്ടായി. നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരള ജനത രാഷ്ട്രീയം മറന്ന് വളരെയധികം സപ്പോർട്ട് തന്നു. മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള പത്രങ്ങളും മാധ്യമങ്ങളും വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിലും ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ എല്ലാ മലയാളികൾക്കും, കുറേയൊക്കെ മലയാളികൾ അല്ലാത്തവർക്കും പരിചയപ്പെടുത്താൻ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിലും അവർ ചെയ്തത് വലിയൊരു അനുഗ്രഹമായി മാറി. അതേപോലെ കുറേ അധികം മുസ്ലിം യുവാക്കൾ, ഏതാണ്ട് ഒരു 120ഓളം മുസ്ലിം യുവാക്കള് പച്ചട്ടെറി, ഞാൻ നേരത്തെ പറയാറുള്ള അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ്, അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും എഴുതിയതും ഇപ്പോഴും 2-3 പേരൊക്കെ എഴുതുന്നതുമെല്ലാം ഈ പ്രഭാഷണ വേളയിൽ ഭഗവത്ഗീതയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഘടസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതിരിക്കുക, സന്തോഷം വരുമ്പോൾ പരിധിക്കപ്പുറം തുള്ളിച്ചാടാതിരിക്കുക, ഒന്നിനോടും ബന്ധനമില്ലാതിരിക്കുക, വാശിയും പകയും ദേഷ്യവും ഭയവും ഒഴിവാക്കുക എന്നെല്ലാം പറയുമ്പോഴും ഈ മുസ്ലിം യുവാക്കള് പ്രതികരിച്ചതെല്ലാം നല്ല മനക്കട്ടിയും ഉണ്ടാക്കാനുള്ള ഒരു അവസരം നൽകിയതിന് അവരോടും ശരിക്ക് കടപ്പെട്ടിരിക്കുന്നു.
വളരെയധികം ട്വിസ്റ്റ് ചെയ്ത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലുള്ള പത്രമാധ്യമങ്ങൾ പലതും എഴുതി. 7 ഡിവൈഎഫ്ഐക്കാര് എന്റെ കോലം കത്തിച്ചു, ഒരു 3 4 രാജീവ് ഗാന്ധി ഫോറത്തിലുള്ളവര് ചില സ്ഥലത്ത് മാർച്ച് നടത്തി. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തപ്പോഴും ഇതിന്റെ എല്ലാം വിവരങ്ങൾ വായിച്ച് വളരെയധികം ട്വിസ്റ്റ് ചെയ്ത് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ വാർത്തകളെല്ലാം വളച്ചൊടിച്ച് അതും വാർത്തയാക്കിയപ്പോഴും അതിൽ സുഖം കണ്ടെത്തിയ പത്രമാധ്യമ പ്രവർത്തനത്തിന്റെ ആ ധാർമ്മികതയെല്ലാം വയലേറ്റ് ചെയ്ത് കുറേയധികം ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ ടാർണിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴും മലയാള മനോരമ എന്ന പത്രം ആത്മീയമായ ഭാരതീയ പൈതൃകമായ ധാർമ്മികമായ കാര്യങ്ങൾ നടത്തുമ്പോൾ ആ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് ഗോപാലകൃഷ്ണനെ വിളിച്ചു. അതിൽ പങ്കെടുത്തവർക്ക് അവാർഡ് കൊടുക്കാൻ ഗോപാലകൃഷ്ണനെ വിളിച്ചു. അസാധാരണമാം വിധത്തിൽ മലയാള മനോരമ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ധാർമ്മികത പാലിച്ചു. ഈ കേരളത്തിലെമ്പാടും കേരളത്തിന് പുറത്തും അമ്പലങ്ങളിലും സ്ഥാപനങ്ങളിലും റോട്ടറി ക്ലബ്ബുകളിലും ഉൾപ്പെടെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാങ്കൂറിലും അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അസോസിയേഷനുകളിലും ലീഗൽ ബോഡീസിലും എല്ലാം പ്രഭാഷണം നടത്തുന്ന വേളയിൽ ആ പരിപാടികൾ മാതൃഭൂമിയെ അറിയിക്കുമ്പോൾ ഒരിക്കൽ പോലും ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പ്രഭാഷണ പരിപാടികൾ കേരളത്തിൽ എവിടെയാണെങ്കിലും, ബഹറിനിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിലാവുമ്പോഴും മാതൃഭൂമി എന്ന പത്രം ഈ പ്രഭാഷണ പരിപാടി കൊടുക്കാതിരുന്നിട്ടില്ല. അത്രയും ഗംഭീരമായിട്ട് മാതൃഭൂമി മനോരമയും കേരള കൗമുദിയും അനുഗ്രഹിക്കുകയുണ്ടായി. മറ്റ് പല പത്രങ്ങളും പലതും കുട്ടിഘോഷിച്ച് ആഘോഷിച്ച വേളയിൽ ധാർമ്മികതയിൽ മാത്രം നിലനിന്നു. ഇംഗ്ലീഷ് പത്രങ്ങളായിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ തന്നെ ഹിന്ദുവും മലയാള പത്രങ്ങളായിട്ടുള്ള കേരള കൗമുദിയും മാതൃഭൂമിയും അതേപോലെ തന്നെ മലയാള മനോരമയും ധന്യമായിട്ട് നിന്നു. NSSലെ അനവധി കരയോഗങ്ങളിൽ നിന്ന് സാറിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഈ ധാർമ്മിക യജ്ഞം എന്നും ധന്യമായി തന്നെ നിർവഹിക്കണം. വളരെ വ്യക്തമായിട്ട് NSSന്റെ ഓരോ കരയോഗങ്ങളിൽ നിന്നും ഡസൻ കണക്കിന് കരയോഗങ്ങളിൽ നിന്ന് വിളിച്ചിരുന്നു. അത് കണിച്ചകുളങ്ങര അമ്പലത്തിൽ നിന്ന് ഉൾപ്പെടെ ഇഷ്ടംമാതിരി അമ്പലങ്ങളിൽ നിന്നും SNDP യൂണിയനുകളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഈ മഹായജ്ഞം ധന്യമായി തന്നെ നടത്തണം, ഒരു കാരണവശാലും അത് കുറയ്ക്കരുത്, ഇല്ലാതെയാക്കരുത്, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നറിയിക്കുകയും ധാരാളം നിയമപാലകര് അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. എന്റെ സമുദായം മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് വന്ന ചെറിയൊരു സമുദായമാണ്. അവരും അസാധാരണമാം വിധത്തിൽ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗക്കാരും, പുലയ മഹാസഭയാണെങ്കിലും നാടാര് മഹാജന സഖ്യത്തിലെ പ്രവർത്തകരാണെങ്കിലും പിന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ, അറിയപ്പെടുന്ന ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരും പിന്നെ പണ്ട് ഉണ്ടായിരുന്നവരും കോൺഗ്രസ്സുകാരും പ്രഗത്ഭരായ നേതാക്കന്മാരുടെ ബന്ധുക്കളും അവരെല്ലാവരും ചൊരിഞ്ഞ ആ അനുഗ്രഹ ആശിസ്സുകളും സപ്പോർട്ടുകളുമെല്ലാം കഴിഞ്ഞ 40 ദിവസം അതൊരു അനുഭവത്തിന്റെ തിരമാലകളായിട്ട് ഗോപാലകൃഷ്ണൻ ആരാണെന്ന് ഗോപാലകൃഷ്ണന് മനസ്സിലാക്കാൻ, ഞാൻ ആ പദപ്രയോഗം അങ്ങനെ ഉപയോഗിക്കാൻ കാരണം ഞാൻ എന്ന് പറയുമ്പോൾ ഒരു അഹങ്കാരത്തിന്റെ ധ്വനി ഉള്ളത് കൊണ്ടാണ് ഗോപാലകൃഷ്ണൻ എന്ന പറഞ്ഞിരുന്നത്. ഞാൻ അവരെല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു. എവിടെയെല്ലാം പോകുമ്പോഴും എല്ലാ കാര്യത്തിനും അവർ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ചെയർമാൻ, ഇന്റർനാഷണൽ ന്യൂറോ സർജിക്കൽ സൊസൈറ്റീസിന്റെ പെർമനന്റ് പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ന്യൂറോ സർജിക്കൽ കൺസൾട്ടന്റ്, ഇന്ത്യൻ ഡിഫൻസിന്റെ ന്യൂറോ സർജിക്കൽ കൺസൾട്ടന്റ് എല്ലാമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ചെയർമാൻ, വേദപണ്ഡിതനും തന്ത്രിയും കൂടിയായിട്ടുള്ള ഡോക്ടർ സാംബശിവൻ, നമ്മുടെ ട്രസ്റ്റിലെ മെമ്പേഴ്സ്,
നമ്മുടെ സ്കൂളിലെ അധ്യാപിക, അധ്യാപകര്, രക്ഷാകർത്താക്കള്, എൻ്റെ കൂടെയുള്ള പ്രവർത്തകര് എല്ലാവരും അസാധാരണമാം വിധത്തില് കൂടെ ഉണ്ടായിരുന്നു. ധന്യമായിട്ട് ആൾ ഇന്ത്യ റേഡിയോയിൽ ഈ സമയത്ത് കുറേയധികം പരിപാടികൾ കൊടുത്തിരുന്നു. FM റേഡിയോയിൽ കുറേയധികം പരിപാടികൾ കൊടുത്തിരുന്നു. പല പല ദിവസങ്ങളോടനുബന്ധിച്ച് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ കൊടുത്തിരുന്നു. ജനം എന്ന TV എത്ര ധന്യമായിട്ടാണ് ഇന്നും അന്നും എന്നും കൂടെ ഉണ്ടായിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നു, കുമ്മനം രാജശേഖരനും അതേപോലെയുള്ളവരും വളരെയധികം കാര്യമായിട്ട് ഓരോ ദേശീയ പ്രവർത്തനത്തിലെ സപ്പോർട്ട് തന്നിരുന്നു. അങ്ങനെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തികളെ വിളിച്ച്, ഞാൻ അവരുടെ പേര് കൂടി പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ പാർട്ടിയിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും വിധത്തിലെ നെഗറ്റീവ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ കേരളം ഭരിക്കുന്നതിൽ ഏറ്റവും മുകളിലത്ത് ഇരിക്കുന്ന വ്യക്തിയുടെ ബന്ധുക്കൾ വരെ വിളിച്ച് ധന്യമായിട്ട് ഒരു സപ്പോർട്ട് തന്നത് അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങളുടെ പരമ്പരയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠാനുജന്മാര്, അവരുടെ കുടുംബാംഗങ്ങള്, യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ട് രോഗശയ്യയിൽ തന്നെ കിടക്കുന്ന എൻ്റെ ഭാര്യ അസാധാരണമാം വിധത്തിൽ സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, പല പ്രത്യേക മതത്തിലുള്ള യുവാക്കള് പച്ചത്തെറി ഫോണിലൂടെ വിളിച്ചു പറയുമ്പോൾ പ്രത്യേകിച്ച് തളർച്ചയൊന്നും തോന്നിയില്ല. എൻ്റെ ഭാര്യ അത് ചങ്കൂറ്റത്തോടുകൂടി അവർക്ക് മറുപടി പറയുകയും CTS കമ്പനിയുടെ മാനേജറായിട്ടുള്ള മകനും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയായിട്ടുള്ള എൻ്റെ മകളും ഓരോ സെക്കൻഡും എൻ്റെ കൂടെ ധന്യമായിട്ട് നിന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ ഗോപകുമാർ, പ്രസാദ്, കൃഷ്ണമൂർത്തി, മുരളി, അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ ആരാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ആലപ്പുഴയിലെ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻ ജിയും പിന്നെ എറണാകുളത്തെ കോർഡിനേറ്റേഴ്സും ഓൾ ഓവർ ദ വേൾഡ്. ശരിക്ക് വിവേകാനന്ദൻ പറയാറുണ്ട്, ദുഃഖവും വേദനയും ക്രൈസിസും തടസ്സങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നോ അവരാണ് യഥാർത്ഥത്തിലുള്ള ബന്ധുക്കള്. അത് ഭാരതമാതാവും ഹൈന്ദവ ധർമ്മത്തിന്റെ ആധാരശിലകളും ഉണ്ടാക്കിയ ഋഷിവര്യന്മാരും ഈ പ്രപഞ്ചത്തെ ഈശ്വരനായിട്ട് ആരാധിക്കുന്ന ഹൈന്ദവ ജനതയ്ക്ക് ആ പ്രപഞ്ചശക്തിയും അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞു എന്നുള്ളതില് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എനിക്ക് അറിഞ്ഞുകൂടാം. എല്ലാവരോടും നന്ദിയുണ്ട്. ഈ 40 ദിവസത്തെ അവിസ്മരണീയമാക്കിയതിന്. ആ വിസ്മരണീയമായ അനുഭവങ്ങളെല്ലാം കൂടി ചേർത്തൊരു പുസ്തകം എഴുതണമെന്നുണ്ട്. മാത്രമല്ല ഏറ്റവും അധികം സന്തോഷം തോന്നിയത്, സന്തോഷം എന്നുള്ള വാക്കാണോ അത്ഭുതം എന്ന വാക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. എനിക്ക് തോന്നിയത് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി പ്രചരിപ്പിക്കുന്ന ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അത് ജനങ്ങളിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ടാകാം കുറേ അധികം പുരോഗമനവാദികളും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുമുള്ളവര് അവരുടെ കൂട്ടത്തിലുള്ള ബുദ്ധിജീവികളെ തന്നെ ഗോപാലകൃഷ്ണനെതിരെ പ്രതികരിക്കാനായിട്ട് ഡീപ്ലോയ് ചെയ്തിരിക്കുന്നത്. അവരെ അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഏതായാലും ആര് ഗോപാലകൃഷ്ണനെതിരെ പ്രതികരിച്ചാലും, ആര് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം മാത്രം എല്ലാവരോടും പറയാൻ എന്നും ആഗ്രഹിക്കുന്നു. എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല. എൻ്റെ ബന്ധുക്കള് ഇലക്ഷന് നിൽക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മെമ്പർഷിപ്പോടുകൂടി എൻ്റെ കുടുംബാംഗങ്ങൾ ആരുമില്ല. നന്മ ചെയ്യുന്ന ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും വേദനിക്കുന്നവനും വിശക്കുന്നവനും അനാഥനും വൃദ്ധനും സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എൻ്റെ 5+1 6 ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഉള്ളത്, അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ളത്. മാത്രമല്ല ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ, ഞാനെന്ന ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ
എന്തെങ്കിലും അബദ്ധങ്ങളോ പരമാബദ്ധങ്ങളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് എന്നും പറയാറുണ്ട്. ഈ നാടിന്റെ പൈതൃകത്തെയും ധർമ്മത്തെയും കുറിച്ച് അല്ലാതെ വേറൊന്നും പറയാറില്ല. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് മാറ്റണമെന്ന് എല്ലാവരോടും പറയാറുണ്ട്. അതുകൊണ്ട് ഗോപാലകൃഷ്ണനെ വാദിച്ച് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ വിധത്തിൽ തോൽപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹരഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസ്സ ജീവതി. കാലചക്രം തിരിയുമ്പോൾ, ധർമ്മത്തിന്റെ ചക്രം തിരിയുമ്പോൾ ഞാനെന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണോ നിലനിൽക്കേണ്ടത്? അതല്ല മറ്റുള്ളവര് ഞാൻ പറയുന്നതിനെ അടിമുടി എതിർത്തില്ലാതെയാക്കാൻ ശ്രമിക്കുന്നവര് പറയുന്നതാണോ നിലനിൽക്കേണ്ടത്? അത് തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്. വാദിക്കാനും ജയിക്കാനും ഞാൻ ഇറങ്ങി പുറപ്പെടാറില്ല. ഞാൻ പറയുന്നത് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കാറുമില്ല. ഇതാണ് അവസാനത്തെ വാക്കെന്ന് പറയാറുമില്ല. പിന്നെ എന്തിനാണാവോ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്കെതിരെ പ്രവർത്തിക്കാൻ ചില സ്വാമിമാരെ ഉൾപ്പെടെ, ബുദ്ധിജീവികൾ ഉൾപ്പെടെ, യുക്തിവാദികൾ ഉൾപ്പെടെ, പ്രമുഖരായ പത്രപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരെ പാർട്ടിയും കൂടെ ഉള്ളവരെ നിയോഗിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് നിൽക്കട്ടെ, നന്നായിരിക്കട്ടെ. അത് സാധാരണഗതിയിൽ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു ചായക്കടക്കാരനായിട്ട് ഒന്നുമല്ലാതിരുന്ന 10-12 വർഷം ഹിമാലയത്തിൽ തപസ് ചെയ്ത് പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി കൊലപാതകത്തിന്റെയും നരഭോജിയും എന്നെല്ലാം വിളിച്ച നരേന്ദ്ര മോഡിയെ അന്ത്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുകയും ഈ ലെവലിൽ എത്തിച്ചതും എല്ലാം ഉജ്ജ്വലരായ വിമർശകരാണ്, സപ്പോർട്ടേഴ്സ് അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്വാമി വിവേകാനന്ദന്റെ ഒരു കൊട്ടേഷൻ വായിക്കുകയുണ്ടായി. അത്ഭുതകരമായിട്ടുള്ള കൊട്ടേഷനായിട്ട് തോന്നും. ആദ്യം കുറേ പേര് നിരന്തരം പുച്ഛിക്കും, അത് കഴിഞ്ഞ് പുച്ഛിക്കുന്നത് ഫലിക്കുന്നില്ലെന്നറിയുമ്പോൾ എതിർക്കും, പുച്ഛിക്കുന്നതും എതിർക്കുന്നതും ഫലിക്കുന്നില്ലെന്നറിയുമ്പോഴത്തേക്കും അംഗീകരിക്കും. അത് സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു കാര്യം ഉറപ്പാണ്, അവസാനത്തെ ശ്വാസം വരെ ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാനാണ് ഭാരത മാതാവ് എന്നെ നിയോഗിച്ചിരിക്കുന്നതെങ്കിൽ എന്നെ മാവോവാദി എന്നോ നക്സലൈറ്റ് എന്നോ സംഘി എന്നോ RSS എന്നോ NSS എന്നോ BJP എന്നോ സവർണ മൂരാച്ചി ഫാസിസ്റ്റ് എന്നോ സംഘി എന്നോ, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, എന്ത് പറഞ്ഞാലും എൻ്റെ രക്തത്തിലും എൻ്റെ ശരീരത്തിലും അത് ബാധിച്ചാൽ പോലും എന്നെ അത് ബാധിക്കില്ല. കാരണം ഒരൊറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ, ഒരൊറ്റ മാർഗമേ എനിക്കുള്ളൂ. പഠിക്കുക, പഠിപ്പിക്കുക എന്ന മാർഗം, പരമപവിത്രമായ ഭാരതത്തിന്റെ പൈതൃകം, അതിവിടുത്തെ ഹിന്ദുവിൻ്റെതാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനിയുടേതാണ്, ഇവിടുത്തെ മുസ്ലിമിൻ്റെതാണ്, ഇവിടുത്തെ മത ജാതി ഇല്ലാത്തവരുടേതുമാണ്, ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റെതുമാണ്, ഇവിടുത്തെ യുക്തിവാദികളുടേതുമാണ്, ഈശ്വരവിശ്വാസികളുടേതുമാണ്. ഈ അമ്മയെ മുമ്പിൽ നിർത്തിയിട്ട് ഈ അമ്മ എൻ്റേതല്ലെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. എൻ്റെ അമ്മയോട് എനിക്ക് ബഹുമാനവും ഇല്ല, ഇഷ്ടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ അമ്മ എൻ്റെ അല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഇനി അഥവാ പറയുകയാണെങ്കിൽ അയാളുടെ സംസ്കാരം, അയാളെ വളർത്തിയവരുടെ സംസ്കാരം, അതിന് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും നേടാനോ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാനോ ഏതെങ്കിലും വിധത്തിൽ കുറെ സമ്പത്ത് ഉണ്ടാക്കാനോ ഒന്നുമല്ല ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. 25 വർഷം ഗവൺമെന്റ് ചെലവിൽ പഠിച്ചു, 25 വർഷം CSIR പ്രധാനമന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. ശിഷ്ടകാലം 25 വർഷവും ജീവിക്കുന്നു എങ്കിൽ ഭാരതത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ജീവിക്കണം എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത് അനുവർത്തിച്ചുകൊണ്ട് കർമ്മമണ്ഡലത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ഒത്തിരി പേര് പൈസ അയക്കുകയുണ്ടായി. ആ പൈസ മുഴുവനും RCCയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ഗോപാലകൃഷ്ണന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അയച്ച പൈസ മുഴുവൻ RCCയിൽ
ഡോക്ടർ രാജീവ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഓങ്കോളജിസ്റ്റ് നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനിയും അതേപോലെ തന്നെ കൊടുക്കാം. എൻ്റെ പെൻഷൻ ഉൾപ്പെടെ അതിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനും ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതെല്ലാം ഉപയോഗിക്കും. പൈസയ്ക്ക് വേണ്ടി ഗോപാലകൃഷ്ണൻ ജീവിക്കില്ല, അധികാരത്തിന് വേണ്ടി ജീവിക്കില്ല, ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ജീവിക്കില്ല, സത്യം ധർമ്മം നീതി ന്യായം വിട്ട് പ്രവർത്തിക്കില്ല. മരണം എന്നുള്ളത് എന്നെങ്കിലും ഒരു ദിവസമുണ്ട്. അത് നേരത്തെയാണോ വൈകിയാണോ എന്നുള്ളതൊന്നും നോക്കാറുമില്ല. പലപ്പോഴും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോയപ്പോ അവിടുത്തെ ആ സെൽ ജയിലില് അവിടെ മരിച്ചവരുടെ ആ അവരെ കൊന്നവരുടെ ആ തൂക്കുകയർ ഇന്നുമുണ്ട്. അവരനുഭവിച്ച വേദന കാണിക്കുന്ന വിധത്തിലുള്ള ജയിൽ ഇന്നുമുണ്ട്. 2-3 പ്രാവശ്യം നേരിട്ട് ചെന്ന് കണ്ടു. എത്രയോ പേര് ഭാരത രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിച്ചു മരിച്ചവരുണ്ട്. അവരൊക്കെ അനുഭവിക്കുന്നതിന്റെ 10 കോടിയിൽ ഒരു അംശമൊന്നും ഞാനും നമ്മളും ഒന്നും അനുഭവിക്കാറില്ല, അനുഭവിക്കുന്നുമില്ല, അനുഭവിക്കേണ്ടിയും വരില്ല. അപ്പൊ പിന്നെ തളരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആരഭിനന്ദിച്ചാലും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തളരില്ലെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ. അപ്പൊ പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു വ്യക്തി, ഒരു സിംഗിൾ വ്യക്തി പോലും ഗോപാലകൃഷ്ണന് നേരെ വിരൽ ചൂണ്ടി, കൂട്ടത്തിലുള്ളവരുടെ കാര്യമാണ്, ബന്ധുക്കളുടെയും കൂട്ടത്തിലുള്ളവരുടെയും അതുപോലെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എതിർത്ത് പച്ച തെറി എഴുതിയ യുവാക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് പിന്നെ അവരുടെ സംസ്കാരം, അച്ഛനും അമ്മയും കൊടുത്ത സംസ്കാരം, അല്ലെങ്കിൽ അവർ ജീവിച്ച് വളർന്നതിന്റെ സംസ്കാരം, മതത്തിന്റെ ആയാലും രാഷ്ട്രീയത്തിന്റെ ആയാലും ജാതിയുടെ ആയാലും വീക്ഷണത്തിന്റെ ആയാലും അവരുടെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന സംസ്കാരം. അത് ഞാൻ വിചാരിച്ചാലൊന്നും മാറ്റാൻ സാധിക്കില്ല, ലോകത്തിൽ ആര് വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ധന്യമായിട്ടുള്ള അനുഭവ പരമ്പര തന്ന എല്ലാവർക്കും വിമർശിച്ചവരും എതിർത്തവരും ഇല്ലാത്തത് കുത്തി നിറച്ചെഴുതിയ ദേശാഭിമാനിക്കും ചന്ദ്രികയ്ക്കും മാധ്യമം പത്രത്തിനും അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ചവർക്കും അവർക്ക് 100 നന്ദിയുണ്ട്. കാരണം അവരാണ് എൻ്റെ മകൻ എന്നോട് പറഞ്ഞതുപോലെ ഇത്രയും കാലം അച്ഛൻ്റെ യൂട്യൂബും ഫേസ്ബുക്കും 1 ലക്ഷമോ 2 ലക്ഷമോ പേരാണ് കണ്ടത്. ഈ 40 ദിവസങ്ങളിൽ അത് 12 ലക്ഷവും 18 ലക്ഷവും 20 ലക്ഷമായി. അതില് അച്ഛൻ്റെ വീക്ഷണത്തോട് യോജിക്കാത്ത 1000 പേര് മാറി നിന്നാൽ ബാക്കി 10-20 ലക്ഷം പേര് അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അവർക്ക്. അപ്പൊ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച കുറേ വ്യക്തികളുണ്ട്. 2 ചേരിയിൽ നിൽക്കുന്നവരോട് ഒരു വിദ്വേഷവും ഒരു തരത്തിലുള്ള ദുഃഖമോ എതിർപ്പോ ഒന്നുമില്ലാതെ തുറന്ന മനസ്സോടുകൂടി, അക്ഷരാർത്ഥത്തിൽ ഗോപാലകൃഷ്ണൻ പറയുന്നു, ഞാൻ പറയുന്നു, തുറന്ന മനസ്സോടുകൂടി പറയുന്നു, എല്ലാവർക്കും ഈ മഹായജ്ഞത്തിൽ ഗോപാലകൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഞാൻ എന്ന വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾക്കും എതിർചേരിയിൽ ഉണ്ടായിരുന്നവർക്കും ഹിന്ദുവിനെ പ്രതികരിക്കാൻ പഠിപ്പിച്ചവർക്കും പ്രതികരിക്കാൻ മുമ്പോട്ട് വന്നവരും എനിക്കെതിരെ പറഞ്ഞ സമയത്ത് അത് കേട്ട് ആഹ്ലാദിച്ചവരും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും അവരെ ഇത് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്തവർക്കും എല്ലാം ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഭാരതമാതാവിനോടും ഋഷീശ്വരന്മാരോടും പ്രകൃതി ദേവതമാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 40 ദിവസത്തെ നന്ദി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.